ഇത് മനഃപൂർവ്വമായി അക്രമം സൃഷ്ടിച്ച് അനാവശ്യമായി ഒരു എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട CPM-ന്റെ ഒരു എന്താ പറയുക, എല്ലാ അർത്ഥത്തിലും ഭരണത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തകരെ ആക്രമിച്ചില്ലാതെയാക്കുക എന്നുള്ളൊരു ശ്രമമാണ്. ഇപ്പം എൻ്റെ കാഴ്ചയിലാണല്ലോ ഈ സംഭവം എല്ലാം നടക്കുന്നത്. അതായത് ഇവിടെ ഒരു പോളിംഗ് ഏജന്റ് ഇവിടെ പോളിംഗ് ബൂത്തിൻ്റെ 200 മീറ്ററിനപ്പുറത്ത് മാത്രമേ ബൂത്ത് സ്ഥാപിക്കാനും സ്ലിപ്പ് കൊടുക്കാനും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരമുള്ളൂ. ഇതേതാണ്ട് പോളിംഗ് ബൂത്തിൻ്റെ 10 മീറ്റർ അകത്ത് വെച്ച് സ്ലിപ്പ് കൊടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെടാത്ത CPM-ന്റെ ഒരു പറ്റം ഗുണ്ടകൾ ഇവിടെ സംഘടിച്ച് ആ പോളിംഗ് ഏജന്റിനെ അടിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന് പരമാവധി ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ തരത്തിലും പോലീസുമായിട്ട് സഹകരിച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന നമ്മുടെ പോളിംഗ് ഏജന്റ് കീർത്തി അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അവസാനം പറയുന്നു അവരുടെ വണ്ടിയെ കൊണ്ടുപോകുന്നില്ല, നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയിക്കൊള്ളാൻ. അപ്പോൾ ഈ 19ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് കീർത്തി എന്ന് പറയുന്ന UDF-ന്റെ പോളിംഗ് ഏജന്റിനെ എൻ്റെ വാഹനത്തിൽ കയറ്റുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ കീർത്തിയെ മർദ്ദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇത് പോലീസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊറോട്ട് നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധകരവും നമുക്കൊന്നും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ആ പറയപ്പെടുന്ന ആൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ ഈ അദ്ദേഹം ഒരു CPM-ന്റെ ഒരു അറിയപ്പെടുന്ന ഒരു ഗുണ്ട നമ്മുടെ പോളിംഗ് ഏജന്റിനെ മർദ്ദിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ, ഇവിടെ പോണല്ലോ, അറസ്റ്റ് ചെയ്ത് മാറ്റട്ടെ.